വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു, ജുമാഅത്ത് പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ പോകുന്നു. വെള്ളിയാഴ്ച വലിയ മഹത്വമുള്ള ദിവസമാണ്. ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച. എല്ലാത്തിനും ഒരു നേതാവുണ്ട്. ദിവസങ്ങൾക്കുള്ള നേതാവാണ് വെള്ളിയാഴ്ച. മാസങ്ങളുടെ നേതാവാണ് ശഹ്റു റമളാൻ. അതുപോലെ ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും നേതാവാണ്, സർവ്വ ജീവജാലങ്ങൾക്കും നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നേരത്തെ തന്നെ പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. എപ്പോഴും പള്ളിയിലേക്ക് പോകുന്നത് പോലെ അല്ല, നല്ല വസ്ത്രം ധരിച്ച്, നല്ല പുതിയ വസ്ത്രം ധരിച്ച് തന്നെ കുളിച്ച് ശുദ്ധിയായി അത്തറുകളെല്ലാം പൂശി നേരത്തെ തന്നെ നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിലെത്തുകയാണ്. അതൊരു പ്രത്യേക ദിവസം തന്നെയാണ്, അതൊരു പെരുന്നാൾ ദിവസമാണ്. അതുകൊണ്ടല്ലേ വെള്ളിയാഴ്ച മഅ്ശറ വിളിക്കുമ്പോ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് പറയുന്നു, മഅ്ശറൽ മുസ്ലിമീന റഹ്മക്കുമുല്ലാഹ് അൽ ജുമഅതു അജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ ലിൽ മുഅ്മിനീൻ. ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്, നാളെ വെള്ളിയാഴ്ച പകലാണ്. അല്ലാഹുവേ, ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാം ഖൽബുകളെ നീ നന്നാക്കി തരണം റഹ്മാനേ. എല്ലാ ശർറുകളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെല്ലാം നീ പുറത്തു തരണം റഹ്മാനേ. വെള്ളിയാഴ്ച ഉസ്താദ് വാളെടുത്തുകൊണ്ട് ആദ്യം നമ്മളോട് പറയുന്നത്, മഅ്ശറൽ മുസ്ലിമീന റഹ്മക്കുമുല്ലാഹ് അൽ ജുമഅതു അജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. ഇന്നിവിടെ നടക്കുന്ന ജുമാ, ഇവിടെ നടക്കുന്ന ഖുതുബ, ഇവിടെ നടക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അത് അജ്ജാണ് കേട്ടോ. പാവപ്പെട്ട ഫക്കീറന്മാരുടെയും മിസ്കീന്മാരുടെയും ഹജ്ജാണ് കേട്ടോ. ഹജ്ജിന് പോകണമെങ്കിൽ നല്ല ചെലവുണ്ട്. ഇപ്പൊ ഒരാൾക്ക് ഹജ്ജിന് പോയി വരണമെങ്കിൽ 5-6 ലക്ഷം രൂപ വേണം. കുറെ കൊല്ലം മുമ്പ് വളരെ ചെറിയ പൈസക്ക് ഹജ്ജിന് പോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ അന്ന് പോകാത്ത ചില മുതലാളിമാർ ഇന്ന് ബേജാറിലാണ്. അന്ന് 2 ലക്ഷം രൂപക്കൊക്കെ ഹജ്ജിന് പോയി വരാമായിരുന്നു. ഇപ്പൊ 5-6 ലക്ഷം വേണം. അപ്പൊ ഇതൊന്നുമില്ലാത്ത സാധുക്കളായ ആളുകൾ ബേജാറാണ്. പടച്ചറബ്ബേ, മുതലാളിമാർ സംഭാവന കൊടുത്തു, മുതലാളിമാർ പണം ചെലവാക്കി, അവർ പലതും നേടുന്നുണ്ടല്ലോ, ഹജ്ജ് ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് ഹജ്ജ് ചെയ്യാൻ സമ്പത്തില്ലല്ലോ. അപ്പോഴതാ പാവപ്പെട്ട ഫക്കീറന്മാർക്കും മിസ്കീന്മാർക്കും അവർക്കെല്ലാം ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു സൽക്കർമ്മമാണ് വെള്ളിയാഴ്ച നേരത്തെ ഒരുങ്ങി തയ്യാറായി പള്ളിയിലെത്തി ജുമാ നിസ്കാരത്തിൽ പങ്കെടുത്താൽ, ജുമയിൽ ഖുതുബയിൽ പങ്കെടുത്താൽ അവർക്കൊരു ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട്.